അദ്ദേഹം ഒപ്പം തന്നെയാണല്ലോ. കോൺഗ്രസിലെ കെ സുധാകരനെ പോലെ ഒരാളെ ഇനി ഒപ്പം ചേർത്താനൊന്നും ഇല്ലല്ലോ. ഇപ്പം മത്സരത്തിന്റെ ഉള്ള ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പാർട്ടിയുടെ ഒരു തീരുമാനം അന്തിമമായിട്ട് പ്രഖ്യാപിക്കാനുണ്ട്. അതിലെന്താണോ തീരുമാനം. അതെ അതെ. എംപിമാരെ തട്ടി വാർത്തകളാണ് പോയത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകളോ തീരുമാനങ്ങളോ അതിൽ തട്ടി നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഇന്നലെ ഇത്രയും കാൻഡിഡേറ്റ്സിനെ അനൗൺസ് ചെയ്തു. ഇന്ന് അതിന്റെ മീറ്റിങ്ങുകൾ നടക്കുന്നു. അതാ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഈ അനൗൺസ്മെന്റിന്റെ മുഴുവൻ ആളുകളും കൂടി ഇരുന്നിട്ട് എംപിമാർ മത്സരിക്കണോ വേണ്ടിയെന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല. അവർ ഓരോ സീറ്റിലെയും സാധ്യതകളും അവിടുത്തെ ഇക്വേഷൻസും ജയസാധ്യതയും പിന്നെ എല്ലാവരുടെയും റെപ്രസെന്റേഷനും ഉറപ്പുവരുത്തുന്ന ഡിസ്കഷൻസ്. ഇന്നലെ ആ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ അതിന്റെ അടുത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും കൂടെ ഒരു മുറിക്കകത്ത് അടച്ചിരുന്നിട്ട് എംപിമാർ മത്സരിക്കണോ വേണ്ടിയെന്നുള്ളത് മണിക്കൂറുകൾ തലപോഞ്ഞ് ആലോചിക്കുകയല്ല. ഞങ്ങൾ ഓരോ സീറ്റിലെയും കാര്യങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ സീറ്റും എടുത്ത് ക്ലിയർ ചെയ്ത് വരികയാണ്. പിന്നെ ബാക്കി ശേഷിക്കുന്ന സീറ്റുകളുടെ ചർച്ചകൾ ഇന്ന് നടക്കും, അതും ക്ലിയർ ആവും. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. അതിലെന്താണോ പാർട്ടി തീരുമാനം വരുന്നത് ആ തീരുമാനം നടപ്പിലാവും. അത് ചിലപ്പം അനുകൂലമാവും, ചിലപ്പോൾ എതിരാവും. അതിപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ കഴിയില്ല. എന്താണെങ്കിലും പാർട്ടി തീരുമാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകാം. സുധാകരൻ മാത്രമാണോ ഇളവ് അനുവദിക്കുക, അതോ സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും എംപിമാര് ഏതെങ്കിലും ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചു? അല്ല, അപ്പൊ അങ്ങനെ അനുവദിക്കാൻ പിന്നെ തീരുമാനിച്ചോ? ഞാൻ അറിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് മാത്രമായിട്ട് അനുവദിക്കാൻ തീരുമാനിച്ചോ? ഇനി ബാക്കിയുള്ളവർക്കെങ്കിലും കെ സുധാകരനെ മാത്രമാണോ അത് ബാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയല്ല, അത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരാണോ അത് പല അനുകൂലത്തിന്റെയും പ്രതികൂലത്തിന്റെ അല്ല, അതിലെ പാർട്ടി ലൈൻ എന്താണെന്നുള്ളതാണ്. പാർട്ടി ലൈനിൽ നിൽക്കുക, അതെല്ലാവരും അതിനകത്ത് ബാധ്യസ്ഥരാണ്. അതെല്ലാവരും അംഗീകരിക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുക, അംഗീകരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുക. ജനങ്ങളും ഇപ്പൊ ആഗ്രഹിക്കുന്നതാണ്. അത് മത്സരിക്കാനാണെങ്കിലും മത്സരിക്കാനല്ലെങ്കിലും അത്രയേ ഉള്ളൂ. ഞാൻ നീണ്ടു പോവാന്നുള്ളൊരു എക്സ്ക്യൂസിലേക്ക് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് നിങ്ങൾ നോക്കുക. പല പ്രഖ്യാപനങ്ങളും ഇപ്പൊ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് റിവോക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്ന തരത്തിൽ പല ഡെവലപ്മെന്റ്സും ഉണ്ടായി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അത് ടൈംലി ആവുക എന്നുള്ളത് തന്നെയാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരിക എന്നുള്ളതാണ്. വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേതാക്കളെ പ്രവർത്തകരെ മാറ്റിയിട്ട് ഇന്നലെ CPM ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നതിന് ഭയങ്കര സമൂഹ മാധ്യമ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ അടക്കമുള്ള കാര്യങ്ങൾ. അത് ശരിയാണോ? അത് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അതിപ്പം അങ്ങനെ അതിനകത്ത് പ്രയാസം പറയുന്ന പ്രവർത്തകരെ ഇപ്പം അവർ പറയുന്നത് തെറ്റാണെന്നോ തള്ളി പറയാനോ അല്ല. അതൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഡെവലപ്പ് ആവുന്നതാണ്. ഇവിടെ CPM-നകത്ത് പിന്നെ ഈ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്ന ചില ആളുകളോട് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ കലഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ അതൊരു സാധാരണ ആ പാർട്ടിയിൽ അത്ര ധൈര്യത്തോടെ ആളുകൾ അങ്ങനെ വന്ന് പറയാറില്ല. ഇത് ഇന്നോവ തിരിയോന്ന് ആൾക്കാർക്ക് ഉറപ്പില്ല. അങ്ങനത്തെയൊക്കെ പേടിയുള്ള ഒരു സമയത്തും അതിന്റെ ഉള്ളിൽ മാത്രം ഇത്രയും വർഷം ഇന്നലെ ടി കെ ഗോവിന്ദന് കഥയം നടത്തിയ പത്രസമ്മേളനത്തിൽ 10-75 വയസ്സെനിക്കായി. ഈ വർഷങ്ങളിൽ മുഴുവൻ പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം ഉള്ളിൽ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരാൾ ഇതാദ്യമായിട്ട് ഞാൻ പുറത്ത് പറയേണ്ടി വരികയാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഡെവലപ്പ് ആവുക. അപ്പൊ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനം കേവലം സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം. അത് ആരെയും അവഗണിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളല്ല. ആ രാഷ്ട്രീയ സാഹചര്യത്തോട് കോൺഗ്രസ് പാർട്ടി റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതിലിപ്പം എല്ലാവരും ഒരേപോലെ ഇപ്പം 100 പ്രവർത്തകരുണ്ടെങ്കിൽ 100 പേരും അത് അംഗീകരിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. ചിലപ്പം അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരും ഉണ്ടാവും. എൻഡ് ഓഫ് ദ ഡേ ജനങ്ങൾക്കും പാർട്ടിക്കും ഗുണപരമായ സ്റ്റാൻഡിലേക്ക് എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. പക്ഷെ അപ്പുറത്തെ പിണങ്ങി പോകുന്നതിന് പരിഗണിക്കുന്നില്ല. ലതിക സുഭാഷിനെ പരിഗണിച്ചിട്ടില്ല, അനിൽകുമാറിനെ പരിഗണിച്ചിട്ടില്ല, സരിനെ പരിഗണിച്ചിട്ടില്ല. അവരങ്ങനെ സ്റ്റാൻഡാണല്ലോ എടുക്കുന്നത്. അത് അവരാലോചിച്ചോട്ടെ. അവരുടെ പാർട്ടിയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നും കൂടെ ഞാൻ പറയാൻ തീരുമാനിച്ചാൽ അത് അവരുടെ തീരുമാനമാണല്ലോ. പിന്നെ അവിടെ പോകുന്നവരും ആലോചിച്ചോട്ടെ, അത് അവരുടെ തീരുമാനമാണ്. ഏറ്റവും നിങ്ങൾ വിമർശിച്ചിരുന്നു അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നു ഈ PK ശശിയുടെ തീവ്രത അളക്കാൻ നിങ്ങളടക്കമുള്ളവർ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ്. ഇത്തരം ആളുകളൊക്കെ വരുമ്പോൾ അവിടുന്ന് ആരും പോരട്ടെ എന്നൊരു സമീപനം ഉണ്ടോ? ആര് CPM-ൽ നിന്ന് വന്നാലും അവരാണ് കുറച്ചുകൂടി മേന്മയുള്ളവർ എന്നൊരു നിലപാട്, അങ്ങനെ ഒരു തോന്നല് നിങ്ങളുടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളിപ്പം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നലെ പ്രഖ്യാപിച്ച 10-56 സ്ഥാനാർത്ഥി പട്ടികയിൽ നിങ്ങൾ അങ്ങനെ എത്ര പേരെയാ കണ്ട്? 2-3 സീറ്റിലല്ലേ അത്തരം ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ അവിടുന്ന് ആര് വന്നാലും അവിടെ സ്ഥാനാർത്ഥിയാക്കാന്ന് പറയാ, വരുന്നവരെ മുഴുവൻ സ്ഥാനാർത്ഥിയാക്കെ അങ്ങനെ നടന്നിട്ടില്ലല്ലോ. ഇപ്പം 10-60ഓളം സ്ഥാനാർത്ഥികളെ നമ്മൾ ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുകയും ഡിക്ലെയർ ചെയ്യുകയൊക്കെ ചെയ്തതിൽ 2-3 പേരുടെ കാര്യത്തിലോ, ഇപ്പൊ ഒരു തളിപ്പറമ്പിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു പയ്യന്നൂരിന്റെ കാര്യത്തിലോ അങ്ങനെ 2-3 സീറ്റുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടാവുന്നുള്ളൂ. അതിന്റെ അർത്ഥം എല്ലാവരും അങ്ങനെയാണോ? അല്ല.
കെ പ്രവീൺകുമാർ മത്സരിക്കുന്ന ഇവിടുത്തെ DC പ്രസിഡന്റ് അല്ലേ? കെ എം അഭിജിത്ത് മത്സരിക്കുന്ന പഴയ KSU പ്രസിഡന്റ് അല്ലേ? ജയന്ത് മത്സരിക്കുന്ന KPC ജനറൽ സെക്രട്ടറി അല്ലേ? വിദ്യാബാലകൃഷ്ണൻ മത്സരിക്കുന്ന KPC ജനറൽ സെക്രട്ടറി അല്ലേ? പാർട്ടിക്കാരുടെ റാങ്കും ഫയലും കമ്മ്യൂണിറ്റി സൂരജ് KSU ജില്ലാ പ്രസിഡന്റ് അല്ലേ? ആലോചിച്ച് നോക്ക്. അപ്പൊ അതെല്ലാം പാർട്ടിക്കാരനല്ലേ 99% മത്സരിക്കുന്നത്. 1-2 സീറ്റിൽ ഉണ്ടാവുന്ന. പിന്നെ CPM അതിനകത്ത് ഇങ്ങനെ വലിയ കോലാഹലവും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരിപ്പോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ചെയ്ത എന്താന്നുള്ളത് അവരും കൂടെ ആലോചിച്ചിട്ട് അവനെ പറ്റി പറയട്ടെ എന്നുള്ളതാണ്. കൈയടയുണ്ടോ? ഈ പാലക്കാട് നമ്മളെ പിഷാരടിയാണല്ലോ മത്സരിക്കുന്നത്. ഒരു ജയസാധ്യത കൂടി എങ്ങനെയാണ്? അത് ഒന്ന്, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നല്ല പിന്തുണയും പിൻബലവും ഉള്ള സ്ഥലമാണ് പിഷാരടി. ഇപ്പം ഞാൻ ഓർക്കുക, കേരളത്തിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കടന്നു വന്നു. ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യുണൈറ്റിംഗ് എക്സസൈസ് ആയിരുന്നു. ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു എക്സസൈസ് ആയിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയം ജനങ്ങളെ വിഭജിക്കാൻ മാത്രമായിട്ട് മാറുമ്പോൾ ഇന്ത്യ മുഴുവൻ തെരുവിൽ നടന്ന് നീങ്ങി ആളുകളോട് ഒരുമിപ്പിക്കാൻ പറഞ്ഞൊരു വലിയ പൊളിറ്റിക്കൽ എക്സസൈസാണ്. ആ എക്സസൈസിൽ അന്ന് കോൺഗ്രസ് അധികാരത്തിലില്ല. അന്ന് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ, എനിക്ക് തോന്നുന്നു പിഷാരടി താമസിക്കുന്ന കോർപ്പറേഷനിൽ പോലും കേരളത്തിൽ അന്ന് അധികാരത്തിലില്ല. അപ്പൊ ഒരു അധികാരവും കോൺഗ്രസിന് ഇല്ലാത്തൊരു സമയത്ത് രാജ്യം ഒരുമിക്കുന്ന ഒരു മൂവ്മെന്റിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരാളുടെ ഒരു ഐഡിയോളജിക്കൽ സപ്പോർട്ട് ഉണ്ടല്ലോ. കോൺഗ്രസ് ആശയങ്ങൾ അദ്ദേഹം നിൽക്കാൻ തീരുമാനിച്ച ആ സമയത്തെ ഇഷ്ടപ്പെടുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് കോൺഗ്രസ് പ്രവർത്തകർ. നിങ്ങളിപ്പം മറ്റെല്ലാവരും അധികാരത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സിനിമാ താരങ്ങളെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. വലിയ വലിയ താരങ്ങളൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോലും ഉറപ്പില്ലാത്ത തരത്തിൽ നിങ്ങൾ തന്നെ വ്യക്തിപരമായിട്ട് ആലോചിക്കുമ്പോൾ ഗവൺമെന്റ് പ്രഷർ കൊടുത്തതുകൊണ്ടാവും എന്ന് ചിന്തിക്കുന്ന പല ഇടപെടലുകളും നടത്തിയ വലിയ വലിയ താരങ്ങളെയൊക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. പക്ഷെ ഒരു അധികാരം ഇല്ലാത്ത സമയത്ത് കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നൊരു കലാകാരനെ അനേകം കലാകാരന്മാർ അപ്പുറത്ത് നിൽക്കുകയും മത്സരിക്കുകയും അതിന്റെ പേരിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നുമല്ല. പാർട്ടി പ്രതിപക്ഷത്താണെങ്കിലും അധികാരത്തിലില്ലെങ്കിലും പാർട്ടിയോടൊപ്പം ഞാനുണ്ടെന്ന് പറയുന്ന ഒരാളെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതിന് പോസിറ്റീവായി പാർട്ടി പ്രവർത്തകർ കാണും. 2, പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. പിഷാരടി തന്നെ ഇന്നലെ പറഞ്ഞു, ഞാൻ ഇപ്പൊ സജീവമായിക്കൊണ്ടിരിക്കുന്ന മേഖലയ്ക്ക് ഞാൻ അർദ്ധവിരാമം കുറിക്കുന്നു. ഇനി എന്റെ പ്രയോറിറ്റി പാലക്കാട്ടെ ജനങ്ങളായിരിക്കും, പാലക്കാട്ടെ പാർട്ടിയായിരിക്കും, പാലക്കാട്ടെ ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളായിരിക്കും എന്നയാൾ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അയാൾ ഏറ്റെടുത്ത കാര്യങ്ങളോട് 100% കമ്മിറ്റ്മെന്റോടുകൂടി പ്രതിബദ്ധതയോട് ചെയ്യുന്ന ഒരാളാണ്. ചിരിക്കു വേണ്ടി പോലും സഭ്യത കൈവിടാത്ത ഒരാളാണ്. ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഈ അടുത്ത കാലത്ത് നടത്തിയ പല അഭിപ്രായ പ്രകടനങ്ങളും ഇന്റർവ്യൂസും ഒക്കെ നിങ്ങൾക്കാണ്. അയാൾ ഫ്യൂച്ചറിസ്റ്റിക്കായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ ശക്തമായിട്ട് വിലയിരുത്താൻ കഴിയാവുന്ന ഒരു നല്ല പൊതുപ്രവർത്തനായി മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു അവസരം കൊടുത്താൽ പാലക്കാട്ടെ ജനങ്ങൾ തീർച്ചയായിട്ടും അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജോബ് നേരത്തെ BJP-ലേക്ക് പോയത്. ഒരു സിറ്റിംഗ് MLA BJP-യിൽ ഇന്നലെ മാലയിട്ടിട്ട് സ്ഥാനാർത്ഥിയായി. സിറ്റിംഗ് MLA CPM-ൽ നിന്ന് LDF-ൽ നിന്ന് CPI-ൽ അപ്പുറത്ത് പോയി സ്ഥാനാർത്ഥിയായി. അതിനേക്കാളൊന്നും വരില്ലല്ലോ ഇപ്പൊ ഇതൊന്നും. അതും BJP പോയിട്ട് സ്ഥാനാർത്ഥിയായി. ഞാൻ പറയുന്നത് അത് അത്തരം ഇഷ്യൂസ് കോൺഗ്രസിനകത്ത് മാത്രമാണെന്നുള്ള രീതിയിലുള്ള പെരുപ്പിക്കലുകൾ വേണ്ട. അത് എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പുറത്ത് കുറച്ചുകൂടെ ഗൗരവം. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകൾ വേണമെങ്കിൽ ആവർത്തിക്കാം. S. രാജേന്ദ്രനെ കുറിച്ച്, ഐഷ പോറ്റിയെ സംബന്ധിച്ച്, PV അൻവറിനെ സംബന്ധിച്ച്, CC മുകുന്ദനെ സംബന്ധിച്ചൊക്കെയുള്ള MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഒന്നും വേണ്ട, G. സുധാകരനെ പോലുള്ള ആളുകൾ. അപ്പം ഇവിടെയും ചില ഭാരവാഹികൾ സീറ്റിന്റെ കാര്യത്തിൽ പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്, അതും കൂടെ പറയാലോ. ഇപ്പൊ ഞങ്ങൾ ജയിക്കാൻ പോവാണെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അപ്പം ജയിക്കാൻ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നവരുമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇച്ചിരി കൂടുതലുണ്ട്. ഇപ്പോൾ സീറ്റുകളൊക്കെ പലതും ജയിക്കാത്ത സീറ്റുകളൊക്കെ ജയിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. കുറച്ചും കൂടെ ആളുകളുടെ എണ്ണം കൂടുതലുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടെ ആളുകളെ കൂടുതൽ മാനേജ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പുറത്ത് അത്രയും പ്രശ്നം ഇല്ലാഞ്ഞിട്ട് പോലും ഈ പറയുന്ന പ്രഗത്ഭരും പ്രധാനപ്പെട്ടവരായിട്ടുള്ള ആളുകളൊക്കെ തിരിയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കൈ വേദനിക്കുന്നു വളരെ. അത് കുഴപ്പമില്ല. ശശിയുടെ കാര്യം തന്നെ, ഈ ശശിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കണം. കാരണം നിങ്ങൾ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ച ഒരാളാണ്. അത് അതിനിശ്ചിതമായി ഈ തീവ്രതയൊക്കെ ഒരു പ്രയോഗമായി തന്നെ മാറിയിരുന്നു. ഈ CPM-നെതിരെ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ ആദ്യം പറയുന്ന പേര് ശശിയുടെ കാര്യമാണ്.
അയാൾക്ക് സീറ്റ് ഉണ്ടാകുമോ? എങ്ങനെയാണ് നിങ്ങൾ? അല്ല, എനിക്കറിയില്ല. അതിലെ പാർട്ടി തീരുമാനമാണ് വരുന്നത്. പാർട്ടി വന്നാൽ എങ്ങനെയാണ് തീരുമാനത്തെ നിങ്ങൾ പാലക്കാട് നിന്ന് എതിർത്ത ആളാണ് താങ്കൾ. പാർട്ടി തീരുമാനത്തെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഇനിയിപ്പം CPM പാലക്കാട് നിന്ന് എതിർത്താണെങ്കിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയാക്കിയ ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് CPM അതിനകത്തൊരു അങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് എടുക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവർക്ക് അങ്ങനെ എടുക്കാൻ കഴിയുമെന്ന്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഞാൻ എന്റെ നിലപാട് എന്താ, എന്റെ പാർട്ടിയുടെ നിലപാടിന്റെ മേലെ ഞാനിപ്പോ വ്യക്തിപരമായിട്ട് എന്റെ ഒരു നിലപാട് പ്ലേസ് ചെയ്യേണ്ട സാഹചര്യമില്ല. പാർട്ടി തീരുമാനം വരട്ടെ, പാർട്ടി അതിനകത്ത് അഭിപ്രായമോ തീരുമാനം എടുക്കട്ടെ, അതിനനുസരിച്ച് ബാക്കി ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു പാർട്ടി ഡിസിഷനെ, ഒരു പാർട്ടി തീരുമാനത്തെ അതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ട് ഇനിയിപ്പോ എന്റെ ഞാൻ എന്തോ കുറച്ചും കൂടെ വ്യത്യസ്തനാണെന്ന് കാണിക്കാനോ തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയിൽ ഞാൻ അതിനെ വേറൊരു തരത്തിൽ പ്രസന്റ് ചെയ്യാൻ എന്റെ ഇപ്പൊ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ എനിക്ക് കഴിയില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ പാർട്ടി ഡിസിഷൻ. ആ ഡിസിഷൻ എന്താണോ, അതിന്റെ പിന്നെ കാര്യങ്ങൾ എന്താണോ, അതിനോട് പാർട്ടി എങ്ങനെ പ്രതികരിക്കുന്നു, അത് എന്റെയും കൂടെ പ്രതികരണം ആവേണ്ടി വരുമല്ലോ. ഒരു സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന ആളുകളാണ്. താങ്ക് യു. പ്രവൃത്തിയിലും ഇങ്ങനെ ഈ ശശിയെ പോലുള്ള ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് നമുക്ക് പാർട്ടി തീരുമാനം വരട്ടെ. പാർട്ടി തീരുമാനം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.